ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സോ ലെറ്റ്സ് ചെക്ക് ദി സിലബസ്. സിലബസ് നമ്മൾ പറഞ്ഞതാണ്. ആദ്യത്തെ അബ്രിവേഷൻസ് ആൻഡ് ടെർമിനോളജി, ജനറൽ അബ്രിവേഷൻ ആൻഡ് ടെർമിനോളജി ഞാനതൊരു പ്രിന്റഡ് മെറ്റീരിയൽ നിങ്ങൾക്ക് തരും. ഒരു PDF മെറ്റീരിയൽ നിങ്ങൾക്ക് തരും. അതൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാ അബ്രിവേഷൻസും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ദെൻ ലാസ്റ്റ് സെഷനിൽ നമ്മൾ കമ്പ്യൂട്ടിങ്ങുമായി ബേസ് ചെയ്തിട്ട് ഇൻപുട്ട്, പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ട്, ഡിഫറെൻറ്റ് ഇൻപുട്ട് ഡിവൈസസ്, പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആൻഡ് ഔട്ട്പുട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ആ ഏരിയയിൽ നിന്ന് നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ലാത്തത് കൊണ്ട് അടുത്ത ഏരിയയിലേക്ക് പോവാണ്. അതായത് ICTയുമായി ബന്ധപ്പെട്ട് 90% ക്വസ്റ്റ്യൻസും വരുന്ന ഏരിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിൽ വരുന്നത് ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, വീഡിയോ ആൻഡ് ഓഡിയോ കോൺഫറൻസിംഗ് ഡിവൈസസ്, ദെൻ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഇത്രയും ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ICT ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. അത് കൂടുതലും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ഏരിയ ICTയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയാസ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ടോപ്പിക്, ഇന്റർനെറ്റ്. ബിഫോർ ദാറ്റ് എൻ്റെ ഓഡിയോ ആൻഡ് PPT നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? എനി ഇഷ്യൂ? ഓഡിയോ പതറുകയോ ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇറ്റ് ഇസ് ബെറ്റർ ടു യൂസ് എ ഹെഡ്ഫോൺ. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതിക്കൊള്ളുക. ആൻഡ് നോട്ട് മേക്കിങ്ങിലേക്ക് പോരുത്. ജസ്റ്റ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എഴുതി പോയാൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം ഈ PPT മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട്, നിങ്ങളുടെ നോട്ട്സിൽ ക്ലിയർ ആവാത്ത അഡീഷണൽ കാര്യങ്ങളെല്ലാം ഈ PPT മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്റർനെറ്റിന്റെ കൺസെപ്റ്റ്. ആക്ച്വലി നമുക്ക് അറിയാം എന്താണ് ഇന്റർനെറ്റ് എന്ന്. അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി കണക്റ്റഡ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഈ നെറ്റ്വർക്കിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് ആക്ച്വലി നമ്മൾ ഇന്റർനെറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, internet is a globally connected network system. Okay, it is a globally connected network system. അതായത് ലോകം മൊത്തം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ്, IP എന്ന് പറയും. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ആണ്. IPയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടു ട്രാൻസ്ഫർ ഡേറ്റ വയ വേരിയസ് കൈൻഡ്സ് ഓഫ് മീഡിയ ഫയൽസ്. സോ വൺ പോയിന്റിൽ നിന്നും അടുത്തൊരു പോയിന്റിലേക്ക്, ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഇന്ത്യയിലുള്ള ഒരു നോഡിൽ നിന്നും അമേരിക്കയിലുള്ള ഒരു നോഡിലേക്കാകാം. ലൈക്വൈസ് ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടുള്ള, ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്സിന്റെ കളക്ഷനെയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബലി ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള, പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്സിന്റെ ഒരു കളക്ഷൻ, അതിനെയാണ് ഇന്റർനെറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ഇന്റർനെറ്റ് ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് IP മീൻസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് യൂസ്ഡ് ബൈ ഇന്റർനെറ്റ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡേറ്റ ഇൻക്ലൂഡിംഗ് മീഡിയ ഫയൽസ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ. ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് IP. ഓക്കെ, ദെൻ ദി ഇനീഷ്യൽ എഫേർട്സ് ഫോർ ഇന്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ വെയർ യൂസ്ഡ് ഇൻ മിലിറ്ററി. സോ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാകുക. ആദ്യ കാലങ്ങളിൽ ഇന്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയായിരുന്നു. മെയിൻലി ഫോർ വാർ എഫേർട്സ്. യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതിന് വേണ്ടിയുള്ള സപ്പോർട്ടായിട്ടാണ് ഇന്റർനെറ്റ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് എമർജ് ചെയ്യുന്നതോടുകൂടി ഇന്റർനെറ്റിനകത്തു നിന്നും നമുക്ക് ഒരുപാട് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടി. ലൈക്ക് വി ക്യാൻ ബ്രൗസ്, വി ക്യാൻ സെർച്ച് ഫോർ ന്യൂ തിങ്സ്, വിൽ ബി ഏബിൾ ടു നോ മോർ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയും ഇ-കൊമേഴ്സ് നടത്താൻ വേണ്ടിയും അങ്ങനെ ഒരുപാട് പർപ്പസിന് വേണ്ടി നമുക്ക് ഇന്ന് ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ,
കമ്പ്യൂട്ടർ പറഞ്ഞതുപോലെ ജനറൽ പർപ്പസ് ഡിവൈസ് എന്ന് പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഓൾ പർപ്പസ് കണക്ടിവിറ്റിയാണ്. നമുക്ക് എന്ത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു കണക്ടിവിറ്റി നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ്. സോ ഇന്റർനെറ്റ് പറയുമ്പോൾ അതുമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ വി സെഡ് ലാസ്റ്റ് ഡേ വാട്ട് യു മീൻ ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആക്ച്വലി നമ്മൾ പറഞ്ഞതാണ് സോഫ്റ്റ്വെയർ എന്താണെന്ന് ഓർക്കുന്നുണ്ടാവും. സോഫ്റ്റ്വെയർ മീൻസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഓർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു കളക്ഷൻ, അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഈ ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു കളക്ഷൻ ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് അവർ കമ്പ്യൂട്ടർ ടു ബൂസ്റ്റ് അല്ലെങ്കിൽ അവർ കമ്പ്യൂട്ടർ ടു വർക്ക്, നമ്മളുടെ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ മെക്കാനിസത്തെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ബേസിക് സോഫ്റ്റ്വെയർ. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ലൈക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ വിൻഡോസ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാംസ് എല്ലാം റൺ ചെയ്യിപ്പിക്കുന്നത് ഈ പറയുന്ന വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, സോ ഇന്റർനെറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇന്റർനെറ്റിലേക്ക് പോകാൻ സാധിക്കൂ. ദാറ്റ്സ് വൈ വി നീഡ് ടു നോ അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആസ് വെൽ. Then in addition to that, ചെറിയ ചില പോയിന്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ വെബ് അഡ്രസ്സിനകത്ത് URLന്റെ എൻഡിൽ .com എന്ന് കാണാറുണ്ട്. അതിന്റെ മീനിങ് കൊമേഴ്ഷ്യൽ. അതേപോലെ .edu എഡ്യൂക്കേഷണൽ, .org എന്താണ്? ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഗിവിംഗ് .org? Organization. Actually it is for non-profit organization. Okay, അവർക്ക് വേണ്ടിയാണ് നോൺ പ്രോഫിറ്റ് പർപ്പസിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻസിന് വേണ്ടിയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ടൈറ്റിൽ കൊടുക്കുന്നത്. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ കോം എന്ന് പറയുന്ന COM എന്ന് പറയുന്ന ടൈറ്റിലേക്ക് പോകുന്നു. ഇത് നോൺ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ORG പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഗവൺമെന്റിന്റെ ആണെങ്കിൽ GOV. ഇതെല്ലാം ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് URL belongs to this party, that URL is used for this purpose എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡൊമൈൻ അഡ്രസ്സിന്റെ എൻഡിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ .in means it denotes India, .au ഓസ്ട്രേലിയ. ലൈക്ക് ദിസ് ഓരോ രാജ്യത്തിനും അവരവരുടേതായ കോഡ് ഉണ്ട്. അത് കൂടാതെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണെങ്കിൽ യു ക്യാൻ ഗീവ് .com. അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള വെബ് പേജ് ആണെന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ വെബ് പേജ് ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ORG പ്രൊവൈഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വെബ് പേജ് ആണെങ്കിൽ EDU ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് വൈസ് ഓരോ ഓർഗനൈസേഷൻസിനും ഓരോ വെബ് പേജിനും അതിൻ്റെതായ ഒരു യുണിക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൊവിഷൻ. ദെൻ വാട്ട് യു മീൻ ബൈ സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ നമ്മളെ ഇന്റർനെറ്റ് ബ്രൗസിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ബ്രൗസിങ്ങിന് അതായത് ഇന്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ്, അതാണ് ബ്രൗസേഴ്സ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ലൈക്ക് ഗൂഗിൾ ഈസ് ദെയർ, ഗൂഗിൾ ക്രോം ഈസ് ദെയർ, ദെൻ ബിങ് ഈസ് ദെയർ. ഓൾ ദീസ് ആർ സെർച്ച് എഞ്ചിൻസ്. ദെൻ ലെറ്റ് മീ റിപ്പീറ്റ്, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ബ്രൗസറിനകത്ത് വർക്ക് ചെയ്യുന്ന സെർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ഗൂഗിൾ പോലുള്ള ഐറ്റംസ്. ഓക്കെ, ദെൻ ഇത് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ബ്രൗസർ. ഞാൻ പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ റെക്ടിഫൈ ചെയ്യുകയാണ്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓൺലൈനിൽ നമുക്ക് വേണ്ട ഡേറ്റ സെർച്ച് ചെയ്ത് തരുന്ന പ്ലാറ്റ്ഫോം. ലൈക്ക് ഗൂഗിൾ എന്ന് പറയുന്ന പേജിൽ കയറി നമുക്ക് വേണ്ട ഡേറ്റ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ബിങ് എന്ന് പറയുന്ന പേജ്, അല്ലെങ്കിൽ യാഹു എന്ന് പറയുന്ന പേജ്, ഇവിടെയൊക്കെ നമുക്ക് സെർച്ചിങ്ങിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ് പേജാണ്. അത്തരത്തിലുള്ള വെബ് പേജസിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. വേറസ് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു പ്രോഗ്രാമിനെയാണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെയാണ് ആക്ച്വലി നമ്മൾ ബ്രൗസർ എന്ന് പറയുന്നത്. ഈ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ചെയ്യാം. ലൈക്ക് ക്രോം, ഫയർഫോക്സ്, there are many browsers, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പോലുള്ള ഒരുപാട് ബ്രൗസേഴ്സ് ഉണ്ട്. ഇവയെല്ലാം നമ്മളുടെ നോഡ് മീൻസ് നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ,
By using these networks, we will be able to access internet through our own net, our own node, okay, our own computer. ഇതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. And finally, there are many communication apps like WhatsApp is there, Messenger is there, Telegram is there. All these are communication apps used for connectivity purpose-ന് വേണ്ടി, communication വേണ്ടി ഉപയോഗിക്കുന്ന different types of apps. Actually, ഇത് ഇവിടെ പറയാനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനോട് UGCക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റുകളും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് കൊമേഴ്സ് വരുന്നവരുണ്ട്, ഹിന്ദി വരുന്നവരുണ്ട്, മലയാളം വരുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിനകത്തും ബേസ് ആയിട്ട് ഫസ്റ്റ് പേപ്പർ വരുന്നുണ്ട്, കോമൺ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസിനെ റീഫ്രെയിം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും അതിനകത്ത് വരും. ഓക്കെ, അതുകൊണ്ടാണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ബ്രൗസർ എന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സെർച്ച് എഞ്ചിൻ എന്ന് ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക സെർച്ച് എഞ്ചിൻ എന്താണ്, ബ്രൗസർ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ആപ്സ് ഏതൊക്കെയാണ്. സോ ഇതൊക്കെ നമ്മളുടെ ഒരു ബേസിക് ലെവൽ കമ്പ്യൂട്ടർ നോളജിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇന്റർനെറ്റിന്റെ കൺസെപ്റ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന കൺസെപ്റ്റ് ഇൻട്രാനെറ്റ് ആണ്. ഇന്റർനെറ്റ് ഇൻ എ ലിമിറ്റഡ് പെർവ്യൂ. ഇന്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓൾ ഓവർ ദി ഗ്ലോബ് ആണെങ്കിൽ അതിനൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ആക്ച്വലി ഇൻട്രാനെറ്റ്. മീൻസ് ഇൻട്രാനെറ്റ് ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ്ഡ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. മീൻസ് ഒരു ഓർഗനൈസേഷനകത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റിന് മാത്രമായിട്ട് അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു നെറ്റ്വർക്ക് ഓഫ് കണക്ടിവിറ്റി, അവിടെ എല്ലാം കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഈ കണക്ടിവിറ്റി അവർക്ക് മാത്രമായിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടിംഗ് നെറ്റ്വർക്കിനെയാണ് ആക്ച്വലി ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരുടെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. കണക്ട് ചെയ്യുന്നത് ഇന്റർനെറ്റ് വഴിയല്ല, വിത്തിൻ ദംസെൽവ്സ് ആയിരിക്കും. അവരുടെ ഓർഗനൈസേഷനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള നെറ്റ്വർക്കിനെയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദി ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് സ്റ്റുഡൻസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ എവറി കമ്പ്യൂട്ടർ ഓഫ് ഇറ്റ് കോളേജ്. ദാറ്റ് ഈസ് ഹാപ്പനിങ്, റൈറ്റ്? ഒരു കോളേജിനകത്ത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് വേണമെങ്കിലും ആ കോളേജിന്റെ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാം. അത്തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെയോ ഒരു ഓർഗനൈസേഷനിലെയോ കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഡ് യു ഗോട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വേൾഡ് മൊത്തമായിട്ട് ഗ്ലോബൽ കണക്ടിവിറ്റിയാണ്, വെറാസ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ടേമാണ് ഇത്തർനെറ്റ്. ഇത്തർനെറ്റ് എന്ന് പറയുന്നത് it is the most used technology in wired local area networks. Actually, it enables devices to communicate with each other via a common network language and set of rules. Ethernet എന്ന് പറയുന്നത് ഒരു LAN ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ പോർഷൻ. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു WAN ആണെങ്കിൽ, WAN means wide area network, MAN means metropolitan area network, LAN means local area network. Let me repeat, WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്, ഗ്ലോബലി എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. മീൻസ് ഇന്റർനെറ്റ് അതിനൊരു എക്സാമ്പിൾ ആണ്. കണക്ടിവിറ്റി വരുന്നത് ഒരു വലിയ ഏരിയ തമ്മിലാണ്. ഒരു വലിയ ഏരിയയിൽ വരുന്ന പല കമ്പ്യൂട്ടേഴ്സും പരസ്പരം കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ WAN എന്ന് പറയും. അതായത് ഒരു സിറ്റി മൊത്തമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനെയാണ് MAN എന്ന് പറയുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ദെൻ ഇനി ഒരു ലോക്കൽ ഏരിയ മാത്രമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ചെറിയ ഏരിയ മാത്രമായിട്ട്, അതിനെയാണ് LAN എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ആൻ ഇൻട്രാനെറ്റ് ഫെസിലിറ്റി. ഇന്റർനെറ്റിനകത്ത് ഇന്റർനെറ്റിന്റെ സഹായം ആവശ്യം വരില്ല, വെറസ് LAN വരുമ്പോൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും പലപ്പോഴും ചെയ്യുക. ദാറ്റ് ഈസ് ദി ബേസിക് ഡിഫറൻസ്. അതായത് ഇത്തർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഏരിയ, ഒരു ലോക്കൽ ഏരിയയെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി, ആ ലോക്കൽ ഏരിയയുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളും അതേപോലെ ഒരു സെറ്റ് ഓഫ് റൂൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇത്തർനെറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ. സോ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റിന് ശേഷം. ഒന്നാമത്തെ ടൈപ്പ് ഇൻട്രാനെറ്റ് ആണ്. യു ക്യാൻ സേ ഇൻട്രാനെറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഈത്തർനെറ്റ് ഓർ ഈത്തർനെറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻട്രാനെറ്റ്, ബോത്ത് ആർ സെയിം. ഓക്കെ, ബിക്കോസ് ഈ ഇൻട്രാനെറ്റ് കൺസെപ്റ്റ് തന്നെ ഉദ്ദേശിക്കുന്നത് വിത്തിൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ്. അത് തന്നെയാണ് ആക്ച്വലി ഈത്തർനെറ്റിനകത്തും വരുന്നത്. ഈത്തർനെറ്റ് വരുമ്പോൾ സംഭവം ഒരു ലാൻ ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതായത് ഒരു പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെയും ഒരു വയേർഡ് നെറ്റ്വർക്ക് ഈസ് ദെയർ. ആ നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടി കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എക്സ്ട്രാനെറ്റ്. എക്സ്ട്രാനെറ്റ് is a network within an organization using internet to connect to outsiders. അതായത് എക്സ്ട്രാനെറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാനെറ്റിനകത്ത് ഒരു ഇൻട്രാനെറ്റും കാണും, അതേപോലെ ഇന്റർനെറ്റും കാണും. ഓക്കെ, സോ കമ്പ്യൂട്ടറിന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വിത്തിൻ ദി ഓർഗനൈസേഷൻ ഉണ്ടാവും. ഓർഗനൈസേഷന് മൊത്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ കസ്റ്റമൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇന്റർനെറ്റിന്റെ സപ്പോർട്ടും തേടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂന്നും ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? എല്ലാം ക്ലിയർ ആണ്. വാട്ട് അബൌട്ട് അതീസ്? ഓക്കെ, നോ സർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയില്ലെന്നാണോ? എക്സ്ട്രാനെറ്റിന് ഒരു എക്സാമ്പിൾ. ഓക്കെ, എക്സ്ട്രാനെറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനകത്ത്, അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുത്തൂറ്റിന് അവരുടേതായ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ട്, ലൈക്ക് ദേ കോൾ ഇറ്റ് മുത്തു സോഫ്റ്റ്. ഓക്കെ, മുത്തൂറ്റ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ലാൻ നെറ്റ്വർക്ക് ആണ്. ആക്ച്വലി മുത്ത് സോഫ്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്, ഇപ്പം അത് റീനെയിം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവർ വർക്ക് ചെയ്തിരുന്നത് ഈ മുത്ത് സോഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇന്റേണലി, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബ്രാഞ്ചിൽ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ടോട്ടലായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഒരു കോർ ബാങ്കിങ് പോലെ എല്ലാ ഏരിയയിൽ നിന്നും എല്ലാ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ദർ ഇസ് ആൻ ഇന്റർ കണക്ടിവിറ്റി. ഇതിനെയാണ് ലാൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ദ സെയിം ടൈം ഇതിന്റെ ഫീച്ചേഴ്സ്, അതായത് ഇത് പ്രകാരം ഈ പറയുന്ന കണക്ടിവിറ്റിയിൽ കസ്റ്റമേഴ്സിനെ കൂടി ഉൾപ്പെടുത്തുവാണെങ്കിൽ, കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ദേ ആർ ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന് അകത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ, വിത്തിൻ ദി ഓർഗനൈസേഷൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് നമ്മൾ പറയുന്നത് പോലെ ഇന്റേണലി ഉള്ള നെറ്റ്വർക്ക് നമുക്ക് യൂസ് ചെയ്യാം, ലാൻ യൂസ് ചെയ്യാം. വേറസ് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഔട്ട്സൈഡേഴ്സ്. അവരെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുവാണെങ്കിൽ അതിനെയാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് അവരെ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിന്റെ സപ്പോർട്ട് വേണം. ഇന്റർനെറ്റ് ഈസ് ദി ഓൺലി ഡിവൈസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ഓൾ ഓവർ ദി വേൾഡ്. ഗ്ലോബൽ കണക്ടിവിറ്റി അഷ്യൂർ ചെയ്യുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിത്തിൻ അവർ നെറ്റ്വർക്ക് ഓൺലി, നമ്മളുടെ കമ്പനിക്ക് ഉള്ളിലുള്ള നെറ്റ്വർക്ക് മാത്രമാണ് ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കമ്പനിക്കുള്ളിൽ മാത്രം. അത് പുറത്തൊരു ഇൻഡിവിജ്വലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ലാൻ നെറ്റ്വർക്ക് ലീക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വിത്തിൻ ദി കമ്പനി എന്നുള്ള ഫ്രെയിംവർക്കിനകത്ത് ലാൻ നെറ്റ്വർക്കിൽ നിൽക്കുമ്പോൾ അതൊരു കമ്പനിക്ക് ഉള്ളിൽ മാത്രമുള്ള ഒരു നെറ്റ്വർക്കാണ്. വേറെ ആ കമ്പനിക്ക് ഉള്ളിലുള്ള നെറ്റ്വർക്കിന്റെ ഒപ്പം നമ്മൾ ഇന്റർനെറ്റ് സപ്പോർട്ടോട് കൂടി കസ്റ്റമേഴ്സിനെ കൂടി ഉൾപ്പെടുത്തുന്നു. അതായത് വി ഹാവ് എ ലാൻ ആസ് വെൽ ആസ് ഒരു വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് കൂടി അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. അതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് എക്സ്ട്രാനെറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, മൂവിങ് ഓൺ. Different components of internet. First of all, we need to understand that internet is a decentralized system. What do you mean by decentralized system?
അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ല, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് ഓൾ ഓവർ ദി വേൾഡ്, റൈറ്റ്? എല്ലാ നോട്ട്സിനെയും പരസ്പരം കണക്ട് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷേ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ there is no single person or organization that owns or control internet. ഇന്റർനെറ്റിനെ മൊത്തമായിട്ട് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനോ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് യൂസേഴ്സ് തന്നെയാണ്. ലൈക്ക് all who use internet or supply materials to it have a role to play. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്കും അതേപോലെ ഇന്റർനെറ്റിലേക്ക് മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ വരുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഡിസിഷൻ എടുക്കാനുള്ള അധികാരമുണ്ട്. ഇറ്റ് ഷോസ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇൻഡിവിജ്വലുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോ നോഡും ഡിസൈഡ് ചെയ്യുന്നു. Okay, so that it is not something like ഒരു ഓവർസിയർ ഉണ്ട്, അയാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ഇന്റർനെറ്റ് നെറ്റ്വർക്കിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്പെക്സ് അതോറിറ്റിയോ അല്ലെങ്കിൽ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ കാണാൻ സാധിക്കില്ല. ഇവിടെ സംഭവിക്കുന്നത് എല്ലാ ഇൻഡിവിജ്വലിനും ദേ ഹാവ് എ പ്രോമിനന്റ് റോൾ. ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടേതായ ഒരു റോൾ ഉണ്ട്. ഇവർ ആ റോളാണ് പ്ലേ ചെയ്യുന്നത്. ലൈക്ക് ഇഫ് യു ആർ യൂസിങ് ഇന്റർനെറ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. സോ നമ്മൾ തീരുമാനിച്ചു ഈ ക്ലാസ് ഇന്റർനെറ്റ് വഴി എടുക്കണമെന്ന്, അല്ലാതെ മുകളിൽ നിന്ന് ആരും തീരുമാനിച്ചതല്ല. കണക്ടിവിറ്റി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. ഇവിടെ സംഭവിക്കുന്നത് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഓരോ നോഡുമാണ്, ഓരോ കമ്പ്യൂട്ടർ ലിങ്കുമാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ഓരോ ലിങ്കിനും ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുമെങ്കിൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ല. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ഡിഫറെന്റ് ടേംസ് ഇൻ റിലേഷൻ ടു ഇന്റർനെറ്റ്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ടേം അതാണ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, വേൾഡ് വൈഡ് വെബ് ഈസ് ഓൾസോ കോൾഡ് വെബ്. വെബ് എന്നും നമ്മൾ പറയാറുണ്ട്. വേൾഡ് വൈഡ് വെബ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രോട്ടോകോൾസ്. So this is a set of programs. Remember that set of programs ആണ്, ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്, ആൻഡ് പ്രോട്ടോകോൾ ആണ്. That means protocol means set of rules governing the way in which multimedia files contain. Multimedia files എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ files containing a text along with graphics or pictures or something like videos or audio files. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തു വരുന്ന ടൈപ്പ് ഓഫ് ഫയൽസിനെയാണ് മൾട്ടിമീഡിയ ഫയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെക്സ്റ്റിന്റെ ഒപ്പം തന്നെ വീഡിയോ, ഇമേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് മൾട്ടിമീഡിയ ഫയലാണ്. സോ ഇത്തരത്തിലുള്ള ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ദെൻ ദെയർ ആർ സം പ്രോട്ടോകോൾസ്. ഇതെല്ലാം വരികയാണെങ്കിൽ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെയാണ് www എന്ന് പറയുന്നത്. Let me repeat. www is a set of programs, standards and protocols governing the way in which multimedia files are created and displayed in the internet. ഈ പറയുന്ന മൾട്ടിമീഡിയ ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്രോട്ടോകോൾസും സ്റ്റാൻഡേർഡ്സും അതേപോലെ പ്രോഗ്രാംസുമാണ് വേൾഡ് വൈഡ് വെബ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന് തൊട്ട് താഴെ വരുന്ന, ഇന്റർനെറ്റിന്റെ ഭാഗമായി വരുന്ന ഒരു സബ്സെറ്റ് ആണ് ആക്ച്വലി വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ആൻഡ് it presents text, images, animation, video, sound and other multimedia on a single interface. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെബാണ്. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ട വീഡിയോ ഇസ് ട്രാൻസ്മിറ്റിംഗ്, അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്,
നമുക്ക് വേണ്ട ലെറ്റേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇമേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോ ഈ പ്രോട്ടോകോൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിലേക്ക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയും പ്രോട്ടോകോൾസിനെയും ഒക്കെയാണ് ആക്ച്വലി വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ടേമിന്റെ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന കണക്ടിവിറ്റിയുടെ പ്രോഗ്രാംസ് ആണ് ആക്ച്വലി വെബ്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനെറ്റ് ആൻഡ് വേൾഡ് വൈഡ് വെബ്, എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈസ് സിമിലർ ടു ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ആൻഡ് എ മൾട്ടിമീഡിയ പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ ദി കമ്പ്യൂട്ടർ. സോ തിങ്ക് അഗെയിൻ, ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഒരു കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യുന്ന ഒരു മൾട്ടിമീഡിയ പ്രോഗ്രാം, ലൈക്ക് ഒരു വീഡിയോ ഫയൽ. ഓക്കെ, കമ്പ്യൂട്ടറിനകത്ത് ഒരു വീഡിയോ ഫയൽ റൺ ചെയ്യുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഫയൽ ആണ്. കമ്പ്യൂട്ടർ അതാണോ? കമ്പ്യൂട്ടർ ഇസ് ദി പ്ലാറ്റ്ഫോം. നമുക്ക് ആ വീഡിയോ ഫയൽ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ആ വീഡിയോ ഫയൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതേ രീതിയിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഇന്റർനെറ്റിലൂടെ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ, നമ്മളുടെ മുമ്പിൽ എന്തൊക്കെ എത്തിക്കുന്നുണ്ടോ, അതെല്ലാം വേൾഡ് വൈഡ് വെബ് വഴിയാണ്. Do you got it? So the internet is a decentralized global network of computers that transfers information and the wiring that makes all these possible. Whereas web is a collection of documents or websites that users can access using the internet and web browser. That means internet എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റിയാണ്. നമ്മുടെ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടേഴ്സ് വഴി നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാംസ്, മൾട്ടിമീഡിയാസ്, നെറ്റ്വർക്ക്സ്, ഇതെല്ലാമാണ് ആക്ച്വലി വെബ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. there will be n number of websites. ഈ വെബ്സൈറ്റുകളിലെല്ലാം ഇത്തരത്തിലുള്ള മൾട്ടിമീഡിയ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ മൾട്ടിമീഡിയയാണ് വെബ് www എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഓക്കെ, വേൾഡ് വൈഡ് വെബ് ഫൗണ്ടർ ആരാണ്? ഒരു പേറ്റന്റ് പോലും മേടിക്കാതെ വേൾഡ് വൈഡ് വെബ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി തന്ന വ്യക്തി. ഓക്കെ, നോ ആൻസർ. Yeah, very good, Nandini. Tim Berners-Lee. Okay, moving on. Next is hardware. Internet terminologies ആണ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെന്റ് കോമ്പോണൻറ്റ്സ്. വേൾഡ് വൈഡ് വെബ് പറഞ്ഞു. അടുത്തതായിട്ട് ഹാർഡ്വെയർ. കണക്ടിവിറ്റി വേണമെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ വേണം. ഓക്കെ, ഹാർഡ്വെയർ മീൻസ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്, ലൈക്ക് സൂപ്പർ കമ്പ്യൂട്ടർ ഓർ വെബ് സർവർ ഓർ പേഴ്സണൽ കമ്പ്യൂട്ടർ. അതേപോലുള്ള കമ്പ്യൂട്ടർ ഫസ്റ്റ് തിങ് വി നീഡ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു കണക്ടിവിറ്റി തിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ റൂട്ടർ ഓർ എ മോഡം. അങ്ങനെയുള്ള കണക്ടിവിറ്റി തിങ് വേണം. അതായത് ഒരു ഇന്റേണൽ മോഡമാകാം, എക്സ്റ്റേണൽ മോഡമാകാം. ഉദ്ദേശിക്കുന്നത് മോഡം വഴിയാണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ റൂട്ടർ എന്ന് പറയുന്നത് ഒരേ ടൈമിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റൂട്ടർ. Then and cables or telecommunication lines. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വേണ്ട ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: കമ്പ്യൂട്ടേഴ്സ്, മോഡം, കേബിൾ, ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ. ഓക്കെ, ലൈൻസ് എന്ന് പറയുന്നത് ഓൾഡ് തിങ്ങിനാണ്. ബിക്കോസ് വി ആർ യൂസിങ് 4G ആൻഡ് 5G കണക്ഷൻ. 4G കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും ലൈൻസിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക്സ് വഴി പൊക്കോണ്ടിരിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ. Okay, then the cables with jacks and rackets connect the modem with the computer and telephone. So it is relating to the, ഇവർ പറയുന്നതല്ല പ്രീവിയസ്ലി ഉള്ള നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. സംഭവിക്കുന്നത്, നമ്മൾ മുമ്പ് കണക്ട് ചെയ്തിരുന്നത് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും കേബിൾസ് ഉപയോഗിച്ചുകൊണ്ട് മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. മോഡം ദെൻ നേരെ ടെലിഫോൺ ലൈൻസിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഡയലപ്പ് കണക്ഷൻസ് എടുത്തിരുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ. അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ആയാലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സിനെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്.
So the usage process, the terminal or the computer, modem etc. ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്തതിന് ശേഷമാണ് കണക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. ഈ പറയുന്ന ഓരോ ഐറ്റവും ഹാർഡ്വെയറിന്റെ പാർട്ടാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ഈ പറയുന്ന ഓരോ പാർട്ടും ആവശ്യമായിട്ട് വരും. Then the ISP, Internet Service Providers, procures and the server that serves web pages upon request. അതായത് നമ്മളിപ്പോൾ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ നിന്നും ഇത് മേടിക്കുകയാണ് ചെയ്യുന്നത്. വെബ്സൈറ്റ് ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റി മേടിക്കുമ്പോൾ അവര് ഈ പറയുന്ന ബ്രൗസിങ്ങിന് വേണ്ടിയുള്ള സർവറിനെ അവർ ഓൾറെഡി മേടിച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത്. Then we need to remember the basic hardware like modem, router and telecommunication lines. Telecommunication lines നമുക്കറിയാം. Then modem എന്ന് പറയുന്നത്, modem is a device that allows computer to communicate over telephone lines. അതായത് ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽ ആക്കി മാറ്റുന്നു. അതേപോലെ അവിടെ നിന്ന് വരുന്ന അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റി സ്ക്രീനിൽ കാണിക്കുന്നു. ഇതാണ് ആക്ച്വലി മോഡത്തിന്റെ പർപ്പസ്. ലെറ്റ് മീ റിപ്പീറ്റ്. ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആക്കിയും അതേപോലെ തന്നെ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കിയും കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് മോഡം. ഓക്കെ. Then I already said about router. Router is a device which allows you to connect to multiple devices. ഒന്നിൽ കൂടുതൽ ഡിവൈസസിലേക്ക് നെറ്റ്വർക്ക് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ആക്ച്വലി റൂട്ടർ. ഓക്കെ. ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻസ് എന്ന് പറയുന്നത് ടെലിഫോൺ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഇതുവഴിയായിരിക്കും നോർമലി ഈ ടെലികോം കമ്പനീസ് ആണ് നമ്മളുടെ സർവീസ് പ്രൊവൈഡേഴ്സ്. ലൈക്ക് ISP എന്ന് നമ്മൾ പറഞ്ഞത്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എയർടെൽ എന്ന് പറയുന്ന ഒരു ISP ആണ്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്നും നമ്മൾ ഈ പറയുന്ന ഫെസിലിറ്റി അക്വയർ ചെയ്യുന്നു. താൽക്കാലികമായിട്ടൊരു ഫീ പേയ്മെന്റ് ബേസിൽ ഫെസിലിറ്റി മേടിക്കുന്നു. സോ ദാറ്റ് അവര് റിസർവ് ചെയ്തിട്ടുള്ള കേബിൾസ് ഉപയോഗിച്ചുകൊണ്ട്, മേ ബി എ ഫിസിക്കൽ കേബിൾ ഓർ വെർച്വൽ കേബിൾ. ബിക്കോസ് ഇന്നത്തെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വിർച്വലി ആണ്. ബിക്കോസ് വി ആർ നോട്ട് കണക്ടിങ് യൂസിങ് എ ഫിസിക്കൽ ലൈൻ റൈറ്റ് നൗ. നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി നെറ്റ്വർക്കിലേക്കാണ്. സാറ്റലൈറ്റ് കണക്ടിവിറ്റി വരുന്നുണ്ട്, അതേപോലെ 3G and 4G കണക്ടിവിറ്റി വരുന്നുണ്ട്. ഇതൊക്കെ നെറ്റ്വർക്ക് ടെലിഫോണിക് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടല്ല, അല്ലാതെയുള്ള കണക്ടിവിറ്റിയാണ്. ഓക്കെ. സോ ഹാർഡ്വെയർ മീൻസ് നമ്മൾ ഓർക്കേണ്ടത് ഹാർഡ്വെയറിനകത്ത് കമ്പ്യൂട്ടേഴ്സ് വരുന്നുണ്ട്. ദെൻ മോഡം അറിഞ്ഞിരിക്കണം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മോഡത്തിന്റെ പർപ്പസ് എന്താണെന്ന്. മോഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചും കൺവേർട്ട് ചെയ്യുക. ഓക്കെ. ദെൻ സോഫ്റ്റ്വെയർ ഓൾറെഡി പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞിരുന്നു. വിൻഡോക്സും ലിനക്സും പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്കിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ദെൻ വെബ് ബ്രൗസർ നമ്മൾ പറഞ്ഞു. വെബ് ബ്രൗസർ എന്താണ്? ലൈക്ക് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ വിച്ച് ഫെസിലിറ്റേറ്റ്സ് കണക്ടിവിറ്റി. ഇന്റർനെറ്റിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ, നമ്മുടെ നോഡിനെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഇന്റർ കണക്ടിവിറ്റി അഷ്വർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ലൈക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം. ഇതെല്ലാം ആക്ച്വലി ചെയ്യുന്നത് നമ്മളുടെ നോഡിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട്. സോ വെബ് ബ്രൗസർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ നോൺ ആസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് കൺട്രോൾ പ്രോട്ടോകോൾ സ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി TCP/IP. TCP/IP നമ്മൾ പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. TCP മീൻസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ദെൻ IP മീൻസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Then it is a set of communication protocols used for the internet and other similar networks. ഇങ്ങനെ ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റ് വഴി കണക്ടിവിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് TCP/IP. ഓക്കെ. കണക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, ട്രാൻസാക്ഷൻ
transmission control protocol and internet protocol. Then it governs the way data travels from one machine to another across the network. It is named from two of the most important protocols, that is transmission control protocol and internet protocol. So actually internet protocol suite എന്ന് പറയുന്നത് ഒരു രണ്ട് ബേസിക് പ്രോട്ടോകോൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോട്ടോകോൾ സ്യൂട്ട് വെച്ചിട്ടായിരിക്കണം ഏത് മെഷീനിലൂടെ എങ്ങനെയാണ്, ഏത് ഇന്റർനെറ്റ് നെറ്റ്വർക്കിലൂടെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത്, കണക്ടിവിറ്റി വരേണ്ടത് ഏത് രീതിയിലാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, ഈ പേരിടാനുള്ള കാരണം രണ്ട് പ്രോട്ടോകോളാണ്. അതിന്റെ അർത്ഥം രണ്ട് പ്രോട്ടോകോൾ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നല്ല, രണ്ട് ബേസിക് പ്രോട്ടോകോൾസ് ആണ്. ഒന്നാമത്തെ പ്രോട്ടോകോളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, രണ്ടാമത്തെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഈ രണ്ട് പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരത്തിലുള്ള പ്രോട്ടോകോളാണ്. പ്രോട്ടോകോൾ സ്യൂട്ടിനകത്ത് വരുന്ന പല പ്രോട്ടോകോൾസ്, ഇതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ആണുള്ളത്. എന്താണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞപ്പോൾ ക്ലിയർ ആകാത്തവർക്ക് ഈ പറയുന്ന 4 ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണെന്ന് ക്ലിയർ ആവും. ആദ്യമായിട്ട് HTTP, ഫുൾ ഫോം പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. HTTP മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ വെബ് പേജസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഒരു നെറ്റ്വർക്ക് കണക്ടിവിറ്റി വരുമ്പോൾ വെബ് പേജസ് ആർ ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് HTTP. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വെബ് അഡ്രസ് ഇല്ലേ, വെബ് പേജുകളില്ലേ, ആ വെബ് പേജുകൾ നമ്മുടെ മുന്നിലെത്തിക്കുന്നത് ആക്ച്വലി ബൈ യൂസിങ് ദിസ് പ്രോട്ടോകോൾ ആണ്. HTTP യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് വെബ് പേജസ്. വെബ് പേജുകൾ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. രണ്ടാമത്തെ പ്രോട്ടോകോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിംഗ് വെബ് പേജസ് അതർ ടൈപ്സ് ഓഫ് ഫയൽസ് ആർ ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ബൈ യൂസിങ് FTP. അതായത് വെബ് പേജുകളാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. വേറസ് വെബ് പേജുകൾ അല്ലാത്ത ബാക്കി എന്ത് ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഫയൽ ട്രാൻസ്ഫർ protocol, FTP. Okay, it is a mechanism that allows placing and retrieving of files over the internet. It shows anyone to download software, upgrading of downloaded softwares and information and so on. Actually ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ഡിഫറെന്റ് ഡേറ്റ ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനും ഫയൽസ് അപ്ലോഡ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന പ്രോട്ടോകോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. രണ്ടെണ്ണവും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. HTTP വെബ് പേജുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയും വെബ് പേജുകൾ അല്ലാത്ത ഏതൊരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. മൂന്നാമത്തെ പ്രോട്ടോകോൾ ടെൽനെറ്റ് പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോഗ്രാം കോൾഡ് നാഷണൽ Center for Computer Application that uses TCP/IP to provide connection into another computer. Telnet allows a user's workstation or terminal to behave as through it is directly connected to the machine where the user is logged in. It means that Telnet help to operate remote computers from one's own desktop. അതായത് മറ്റൊരിടത്തുള്ള കമ്പ്യൂട്ടറിനെ നമ്മളുടെ നെറ്റ്വർക്ക്, നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടോകോളാണ് ടെൽനെറ്റ് പ്രോട്ടോകോൾ. അതായത് നമുക്കിപ്പോൾ ഒരു റിപ്പയറിംഗ് വരുവാണെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം റിപ്പയർ ചെയ്യണമെങ്കിൽ അവർ ഓൺലൈനിൽ വന്നിട്ട് തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് തരും. അത് ടെൽനെറ്റ് പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടിയാണ്. സോ ഇത് ക്രിയേറ്റ് ചെയ്തത് നാഷണൽ സെന്റർ ഫോർ സൂപ്പർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. എവിടെയും യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCP/IP പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടി അവർ ചെയ്യുന്നത് പ്രൊവൈഡ് കണക്ഷൻ ഇൻ ടു അനദർ കമ്പ്യൂട്ടർ, മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക് പർപ്പസ്.
Telnet allows a user's workstation or terminal to behave so as through it is directly connected to a machine where the user is logged in. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മറ്റൊരു മെഷീനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതേപോലെ ഒരു ആക്ടിവിറ്റി നമ്മളുടെ വർക്ക് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ടെൽനെറ്റ് പ്രോട്ടോകോൾ. So it means that Telnet helps to operate remote computers from one's own desktop. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ദൂരെയുള്ള മറ്റൊരു കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റിയാണ് ടെൽനെറ്റ് വഴി സഹായിക്കുന്നത്, ടെൽനെറ്റ് ഉപയോഗിക്കുന്നത് വഴി കിട്ടുന്നത്. ദി കണ്ടീഷൻ ഈസ് ദാറ്റ് ദി യൂസർ മസ്റ്റ് ഹാവ് ലോഗിൻ അക്കൗണ്ട് ആൻഡ് പാസ്വേഡ് ടു ആക്സസ് ദി റിമോട്ട് കമ്പ്യൂട്ടർ. സോ ദാറ്റ് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഓർക്കുക, പലപ്പോഴും സർവീസ് സ്റ്റേഷൻസിൽ നിന്ന് സർവീസ് സെന്റേഴ്സ് ചെയ്യുന്നത് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ പാസ്വേഡ് പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷൻ അവർ ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ പാസ്വേഡ് ചോദിക്കും. രണ്ടും ഒന്നായിട്ടുണ്ടെങ്കിൽ ടെൽനെറ്റ് കണക്ടിവിറ്റി കിട്ടി. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നമ്മളുടെ ഡെസ്ക്ടോപ്പ് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടറിന് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുക. ഒരു റിമോട്ട് കമ്പ്യൂട്ടറിനെ നമ്മളുടെ ഓൺ ഡെസ്ക്ടോപ്പിൽ ഇരുന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന സിസ്റ്റത്തെയാണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതാ പറഞ്ഞത്, മറ്റൊരു കമ്പ്യൂട്ടർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചോർത്താൻ സാധിക്കില്ലേ? അതായത് ഇവിടെ വരുമ്പോൾ ഒരു പ്രോട്ടോകോൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം പറഞ്ഞ വേർഡ്സ് ഓർക്കുക, ലോഗിൻ അക്കൗണ്ടും പാസ്വേഡും വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് റിമോട്ട് കമ്പ്യൂട്ടറിൽ കയറാൻ സാധിക്കൂ. അതായത് ആ കമ്പ്യൂട്ടറിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്ന അതേ പാസ്വേഡ് റൈറ്റ് ടൈമിൽ നമ്മളുടെ ഡെസ്ക്ടോപ്പിലും നമ്മൾ എൻ്റർ ചെയ്യണം. അതുവഴി രണ്ട് കമ്പ്യൂട്ടറും ലിങ്ക്ഡ് ആയി, സോ ദാറ്റ് ആ കമ്പ്യൂട്ടറിനെ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവിടെ ഡേറ്റ ചോർത്താൻ പറ്റും. ഈവൻ ഇപ്പോൾ റിപ്പയർ ചെയ്യുന്ന ഒരാൾ അൺഎത്തിക്കൽ പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഡേറ്റ ചോർത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്താണെന്ന് ഡെസ്ക്ടോപ്പിന്റെ മുമ്പിലിരിക്കുന്നത്, നമ്മുടെ ആ റിമോട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റും. അയാളുടെ നെറ്റ്വർക്കിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് അയാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ ഫയലാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഗോഫർ പ്രോട്ടോകോൾ. ദി യൂണിവേഴ്സിറ്റി ഓഫ് Minnesota Microcomputer Workstation Center created a gopher to find information on the internet in a user-friendly way. It is a menu-driven program that allows one to click with the information center or gopher holes in the internet to retrieve information including text, sound, and images. The gopher system is an impressive owing to the simplicity, volume, and variety of information available. ആക്ച്വലി ഇതൊരു അഡീഷണൽ പ്രോട്ടോകോളാണ്, അഡീഷണൽ പ്രോഗ്രാം പോലെയാണ് ഗോഫർ എന്ന് പറയുന്ന പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സം യൂണിവേഴ്സിറ്റി കോൾഡ് മിനസോട്ട. ഇവർ ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആക്സസ് ചെയ്യാൻ വേണ്ടി, മെനു ഡ്രിവൺ ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടോകോളാണ് ഗോഫർ പ്രോട്ടോകോൾ. ബേസിക് പ്രോട്ടോകോൾ അല്ല. നമ്മളുടെ ബേസിക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCP/IP പ്രോട്ടോകോൾസ് ആണ്. അതിനകത്ത് വരുന്നത് HTTPയും FTPയും ആണ് ബേസിക്കലി. ദെൻ ടെൽനെറ്റും നമ്മൾ അറിഞ്ഞിരിക്കുക. ദെൻ ഗോഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് പോലുള്ള ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്ക് നേരത്തെ എന്തെങ്കിലുമൊക്കെ സൗണ്ടോ ടെക്സ്റ്റോ മൾട്ടിമീഡിയ ഇമേജസോ മിസ്സായിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുള്ള അറിയാതെ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടോകോളാണ് ഗോഫർ പ്രോട്ടോകോൾ. ഓക്കെ, സോ അവർ പറഞ്ഞതനുസരിച്ച് ഗോഫർ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗോഫർ ഹോൾസ് വഴി മൈന്യൂട്ടായിട്ടുള്ള ഏത് ഇൻഫർമേഷനാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുവഴി നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാൻ സാധിക്കും. സോ ബേസിക്കലി ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് ഗോഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ബേസിക് ടൈപ്സ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞേക്കുക, അതേപോലെ FTPയും ക്ലിയർ ആയിട്ട് അറിഞ്ഞേക്കുക. പിന്നെ നമ്മൾ അറിയേണ്ടത് TCP/IP ആണ്. ബാക്കി ടെൽനെറ്റ് ബേസിക് ഐഡിയ വേണം, ആൻഡ് ഗോഫർ ഈസ് എ പ്രോട്ടോകോൾ എന്നുള്ളതും അറിഞ്ഞേക്കുക. എനി ഡൗട്ട്സ്?
ഇനിയുണ്ട് നമ്മൾ പറഞ്ഞ 4 പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് സം ക്രൂഷ്യൽ പോർഷൻ ഓഫ് ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടു ഹെൽപ്പ് കണക്റ്റിംഗ് ടു ദി ഇന്റർനെറ്റ്. നമുക്ക് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ISP എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ഇന്റർനെറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അവരാണ് നമ്മളുടെ ISP, അവരാണ് സർവീസ് പ്രൊവൈഡേഴ്സ്. അതേപോലെ എയർടെൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എയർടെൽ ആണ് നമ്മളുടെ ISP. ഓക്കെ. ദെൻ സംടൈംസ് ദി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ടെലികോം ലിങ്ക്, that is telephone connection to usage the site, or in today's context data card providers and an internet account. Basically ISP കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇന്റർനെറ്റ് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ഓക്കെ. അതായത് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കണക്ഷൻ ഏതിൻ്റെയാണോ അവരാണ് നമ്മളുടെ ISP. സോ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ISP എന്ന് പറയുന്നത് ബേസിക്കലി ടെലിനെറ്റ് അല്ലെങ്കിൽ ടെലിഫോൺ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും. ലൈക്ക് എയർടെൽ ഓർ ഐഡിയ പോലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് തന്നെയായിരിക്കും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ടേം ഈസ് വെബ്സൈറ്റ്. വെബ്സൈറ്റ് മീൻസ് is a set of related or linked through hypertext links. It's a related web pages. അതായത് നമുക്ക് ഒരേ രീതിയിലുള്ള ഒരേ കണക്ഷനോട് കൂടിയുള്ള റിലേറ്റഡ് വെബ് പേജസിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കമ്പനിക്ക് വേണ്ടി നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവയെല്ലാം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജസിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നോർമലി ഇറ്റ് കണ്ടെയ്ൻസ് ഹോം പേജ് അലോങ് വിത്ത് സം അഡീഷണൽ പേജസ്. ലൈക്ക് നമുക്കൊരു ഫ്രണ്ട് ഹോം പേജ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NTA ഹോം പേജ്, അവരുടെ ഒരു ഹോം പേജ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടി ലിങ്കിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ന്യൂ പേജ് വരുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് വെബ് പേജുകൾ, ഹൈപ്പർ ടെക്സ്റ്റ് ആണ് എല്ലാത്തിനും വരുന്നത്, ഈ പറയുന്ന ഡിഫറെൻറ്റ് വെബ് പേജസുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. വാട്ട് യു മീൻ ബൈ HTML? HTML it means hypertext markup language. HTML എന്ന് പറഞ്ഞാൽ hypertext markup language ആണ്. It is a common language used to write web pages. വെബ് പേജസ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് HTML എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വെബ് പേജസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ക്ലിയർ ആണോ? ഇത്രയും ടേംസ് നമ്മൾ പറഞ്ഞ ടേമുകളിൽ വരുന്നത് HTTP. ബിഫോർ ദാറ്റ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് HTTPയെ പറ്റി പറഞ്ഞു, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിനെ പറ്റി പറഞ്ഞു, ടെൽനെറ്റിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഗോഫർ, പിന്നീട് ISP എന്താണെന്ന് പറഞ്ഞു, ആൻഡ് ഫൈനലി വെബ്സൈറ്റ് എന്ന് പറയുന്ന ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും പറഞ്ഞു. എനി ഡൗട്ട്സ്? ക്ലിയർ ആണ്? ഓക്കെ. സോ മൂവിങ് ഓൺ. ദെൻ വൺ മോർ തിങ്, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്സ് എല്ലാം പലർക്കും വളരെയധികം ഫെമിലിയർ ആയിരിക്കും. ബിക്കോസ് കമ്പ്യൂട്ടേഴ്സിന്റെ ബേസിക് നോളജ് ഉള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന എല്ലാ ടേമും വളരെ ഈസി ആയിട്ട് തോന്നാം. ഈവൻ ദോ UGC നെറ്റിന് ഈ പറയുന്ന ഓരോ ടേമിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. ബേസിക് അവയർനെസ് ഈസ് ഇനഫ്. ഈവൻ ദോ ഇതൊരു ബ്രഷ് അപ്പ് ടൈം ആയിട്ട് അങ്ങനെയുള്ളവർ എടുക്കുക, ബാക്കിയുള്ളവർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. മൂവിങ് ഓൺ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ് എന്ന് പറയും. IP അഡ്രസ് ഇസ് എ ന്യൂമറിക്കൽ ലേബൽ that is assigned to a device participating in a computer network utilizing the internet protocol for communication between the nodes. So ഡിഫറെൻറ്റ് നോട്ട്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ കമ്പ്യൂട്ടറിനും, ഓക്കെ, ഓരോ
ഡിവൈസസിനും കൊടുക്കുന്ന സെപ്പറേറ്റ് ന്യൂമറിക്കൽ ലേബലാണ് IP അഡ്രസ്. ലെറ്റ് മി റിപ്പീറ്റ്. ഇന്റർനെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അതായത് ഒരു കമ്പ്യൂട്ടറും മറ്റൊരു കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇന്റർനെറ്റ് ലിങ്ക് വരുവാണ്. ഇത്തരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ കമ്പ്യൂട്ടേഴ്സിനും, ഓരോ ഡിവൈസസിനും അതിൻ്റെതായ ഒരു അഡ്രസ് ഉണ്ട്. ആ ഒരു അഡ്രസ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ലേബലാണ്. മീൻസ് സംതിങ് ലൈക്ക് ഒരു ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു ലേബലാണ്. ഈ ലേബലിനെയാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു IP അഡ്രസ് കൊണ്ട് ഓരോ കമ്പ്യൂട്ടേഴ്സിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ കമ്പ്യൂട്ടേഴ്സിൻ്റെയും രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഉടമ ആരാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും IP അഡ്രസ് ഹെൽപ്ഫുൾ ആണ്. സോ an IP address serves two principal functions. One is hosting, another one is network interface identification. Okay, so രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ബേസിക്കലി ഇതിന്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഹോസ്റ്റ് ചെയ്യുന്നു, മീൻസ് നമ്മളുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സാണ്, IP അഡ്രസ്സാണ്. ദെൻ അത് കൂടാതെ നമ്മളുടെ ലൊക്കേഷൻ എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയും IP അഡ്രസ് ഹെൽപ്ഫുൾ ആണ്. സോ ദീസ് ആർ ദി ബേസിക് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ IP അഡ്രസ്. ദെൻ റോൾ ഓഫ് IP അഡ്രസ് നോക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ അറിയേണ്ടത്. ഒന്ന്, the name that indicates what we seek. ഒരു IP അഡ്രസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. IP അഡ്രസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ IP അഡ്രസ് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെയർ ഇറ്റ് ഈസ്. an address that indicates where it is. നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനം എവിടെയാണ് എന്ന് കാണിക്കുന്ന ഒരു അഡ്രസ് ആയിട്ടും ഈ IP അഡ്രസ് നിൽക്കും. അതേപോലെ തന്നെ ഇറ്റ് ആക്ട്സ് ആസ് എ റൂട്ട്. എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ആൻസർ, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം കിട്ടും. ആ ഒരു വഴിയായിട്ടും IP അഡ്രസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ IP അഡ്രസ് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന മെഷീനും ഒരു IP അഡ്രസ് ഉണ്ട്. നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണോ അതിനൊരു IP അഡ്രസ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കും. ബിക്കോസ് വി ആർ യൂസിങ് ആൻ IP അഡ്രസ്. അതേപോലെ തന്നെ അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഏത് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ സാധിക്കുമെന്ന് അറിയാൻ പറ്റും. സോ ദീസ് ആർ ദി ബേസിക് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ IP അഡ്രസ്. നമ്മളിവിടെ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് ഇതൊരു ന്യൂമറിക്കൽ ലേബൽ ആണെന്ന് അറിയാം. ഈ ന്യൂമറിക്കൽ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പാർട്ടിസിപ്പൻസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇന്റർനെറ്റിൽ വരുന്ന ഓരോ ഡിവൈസസിന്റെയും ഐഡന്റിറ്റിയാണ് ആക്ച്വലി ഈ പറയുന്ന IP അഡ്രസ്. Then next is URL, Uniform Resource Locator. Uniform Resource Locator, URL ചോദിച്ചിട്ടുണ്ട്. URLന് വേണ്ടി ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ തന്നിരുന്നു. റിയൽ വൺ ഈസ് Uniform Resource Locator. Okay, the location of a web page on the internet can be identified by a unique address. That unique address is called URL. So ഒരു വെബ് പേജിന്റെ ഐഡന്റിറ്റിയാണ് ആക്ച്വലി URL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ nta.gov.in, അതൊരു URL ആണ്. ബിക്കോസ് ആ NTA എന്ന് പറയുന്ന അവരുടെ ഐഡന്റിറ്റി കാണിക്കുന്നു. ആ വെബ് പേജിന്റെ അഡ്രസ് ആണ് ആക്ച്വലി URL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then every single page of the hundreds of millions of pages stored in the web as a URL. ഓരോ പേജിനും അതിൻ്റെതായ ഒരു URL ഉണ്ട്. Okay, then the URL or the address tells the browser which document is to be fetched or exactly where to find it and which computer hosts the network. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏത് കമ്പ്യൂട്ടർ ഏത് പേജാണ് എടുക്കേണ്ടത്, എവിടെയാണ് അത് ഉണ്ടായിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ആക്ച്വലി ഈ പറയുന്ന URL ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, URL മീൻസ് അഡ്രസ്. നമ്മൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുന്ന അതേ അഡ്രസ് തന്നെയാണ്. ലൈക്ക് something.com, ആ http/something/.com കഴിഞ്ഞിട്ട് ഹോം ഒക്കെ വരുന്ന ആ ഒരു ഫോമാറ്റ്, അതിനെയാണ് നമ്മൾ URL എന്ന് വിളിക്കുന്നത്. അടുത്തത് ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് കോൾഡ് DNS,
domain naming system. It is a hierarchical distributed naming system for computing services and any resource connected to the internet or a private network. ഇതൊരു നെയിമിംഗ് സിസ്റ്റമാണ്. അതായത് ഇസ് ആൻ എസെൻഷ്യൽ കോമ്പോണന്റ് ഓഫ് ദി ഫങ്ഷനാലിറ്റി ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെയിമിംഗ് സിസ്റ്റമാണ് DNS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഡൊമൈൻ നെയിം ഓരോ കമ്പ്യൂട്ടർ വെബ് പേജിനും അല്ലെങ്കിൽ വെബ് അഡ്രസ്സിനും വെബ്സൈറ്റിനും അവരുടേതായ ഒരു ഡൊമൈൻ നെയിം പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഐ മീൻ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡൊമൈൻ നെയിം ഉപയോഗിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാണ് കമ്പ്യൂട്ടർ ലീഡ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. സോ ഡൊമൈൻ നെയിം ഈസ് ആൻ ആൽഫബറ്റിക്കൽ ഫോം ഓർ ഈസി ടു റിമെമ്പർ ഫോം ഓഫ് ആൻ IP അഡ്രസ്. IP അഡ്രസ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ആ IP അഡ്രസ്സിനെ ഒരു ആൽഫബറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് ആക്ച്വലി ഡൊമൈൻ നെയിം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then DNS translates the numerical IP address like ഒരു IP അഡ്രസ്സിന് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതൊരു IP അഡ്രസ് ആണ് 68.73.128.9.32. ഇതൊരു നമ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള IP അഡ്രസ് ആണ്. ഈ IP അഡ്രസ്സിനെ നമ്മളുടെ വെബ്സൈറ്റിന്റെ പേര് ലൈക്ക് ഇതൊരു വെബ്സൈറ്റിന്റെ പേരാണ് radiolights.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റിന്റെ പേരിലേക്ക് ആൽഫബറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി നമ്മൾ DNS എന്ന് പറയുന്നത്. ലെറ്റ് മി റിപ്പീറ്റ്, IP അഡ്രസ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ഫോമിലായിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ അതേ ന്യൂമറിക്കൽ ഫോമിലായിട്ടുള്ള ഡേറ്റയെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈസി ടു റിമെമ്പർ വേയിൽ നമുക്ക് ഇഷ്ടമുള്ള കീവേഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആൽഫബറ്റിക്കൽ ഫോമിലോ ഇറ്റ് മേ ബി നമ്പേഴ്സ് ആസ് വെൽ ആൽഫോ ന്യൂമറിക്കൽ വേയിലുമാകാം, അത്തരത്തിൽ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ DNS എന്ന് പറയുന്നത്, ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഡൊമൈൻ നെയിമിംഗ് സെർവർ എന്ന് പറയുന്നത് അതിൻ്റെ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഇൻ കേസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും വരാറുണ്ട് DNS അഡ്രസ് നോട്ട് ഫൗണ്ട്, മീൻസ് ആ ഡൊമൈൻ നിലവിലില്ലെങ്കിൽ അഡ്രസ് ഇല്ല എന്ന് കാണിക്കും. ഓക്കെ, DNS എന്ന് ഉദ്ദേശിക്കുന്ന ടേമിന്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. DNS മീൻസ് ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. നമ്മളുടെ ഡൊമൈൻ്റെ പേര്, നമ്മൾ കൊടുക്കുന്ന പേര്, അതാണ് DNS കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. IP അഡ്രസ്സും DNSഉം ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമാണെങ്കിലും IP അഡ്രസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ കുറച്ചും കൂടി ഈസിയർ വേയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് കീവേഡ്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി ഡൊമൈൻ അഡ്രസ്. ഓക്കെ, എനി ഡൗട്ട്സ്? ചോദിക്കൂ, ഡൗട്ട്സ് ചോദിക്കും, നമുക്ക് ക്ലിയർ ആക്കിയിട്ട് പോകാം. ഓക്കെ, ക്ലിയർ ആണ്, ആരും ഒന്നും പറയുന്നില്ല. വൺ ഡൗട്ട്, യാ പ്ലീസ്. എനി ഫോർമാറ്റ് ഫോർ IP അഡ്രസ് ഇല്ല. IP അഡ്രസ്സിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ആക്ച്വലി വരുന്നത് നമ്പേഴ്സിന്റെ ഒരു ഫോർമാറ്റിലാണ്. അതായത് ഈ ഓരോ നമ്പറിനും ഓരോ ലൊക്കേഷൻ അഡ്രസ്സും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ 68.73.129.32 ഈ ഓരോ 68 എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ 73 എന്ന് പറയുന്ന മറ്റൊരു സ്പെസിഫിക്കേഷൻ ആയിരിക്കും. ലൈക്വൈസ് കൃത്യമായിട്ട് ആ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഡേറ്റ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആരാണ്, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ്, എവിടെ നിന്നാണ് ഇത് ആക്സസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിങ് IP അഡ്രസ്സിന്റെ ഓരോ പാർട്ടും ഓരോ ഏരിയയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഇൻ ദി കേസ് ഓഫ് എ പോസ്റ്റൽ അഡ്രസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 682039 എന്നുള്ള അഡ്രസ് ആണെങ്കിൽ 68 എന്ന് പറയുന്നത് കൊച്ചിൻ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ 30 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീജിയൻ, ഏത് റീജിയൻ ആണോ അത്.
അങ്ങനെ ഓരോ പാർട്ടും ഓരോന്നിനെ ഡിനോട്ട് ചെയ്യുന്നു. അതേ രീതിയിലാണ് IP അഡ്രസ്സിലും വരുന്നത്. ഓക്കെ, സോ ഒരു കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് വഴിയാണ് IP അഡ്രസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് is the internet address. Internet address is needed so that a message can be correctly routed to and from the machine over the network. അതായത് ഇന്റർനെറ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഇതൊരു ഇന്റർനെറ്റ് അഡ്രസ് ആണ്. Yes, that this one http colon then www.edulabs.in mains/index html ഇതെന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് അഡ്രസ് ആണ്. ഓക്കെ, ഐ മീൻ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ URL കിട്ടും. എനിവേ ഇതൊരു ഇന്റർനെറ്റ് അഡ്രസ് ആണ് ബിക്കോസ് എവറിത്തിങ് ഈസ് ഗിവൺ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എവറി ആസ്പെക്ട്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ നമുക്ക് വേണ്ട എല്ലാ ആസ്പെക്റ്റുകളും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ അഡ്രസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് HTTP എന്ന് പറയുന്നത് പ്രോട്ടോകോൾ. ഓക്കെ, പ്രോട്ടോകോൾ ഡിനോട്ട് ചെയ്യുന്നു HTTP. ഈ പറയുന്ന സിമ്പിൾസ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഏത് സെപ്പറേറ്ററിലാണ് പോവേണ്ടത്, ഏത് രീതിയിലാണ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബ്രൗസറിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ബ്രൗസറിനുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബ്രൗസറിന് എങ്ങനെ ഏത് കൈൻഡ് ഓഫ് സെപ്പറേറ്റർ യൂസ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതാണ്, എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം www ഡിനോട്ട്സ് സെർവർ. നമ്മളുടെ സെർവർ ആണ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ദെൻ എഡ്യൂലൈറ്റ്സ് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഡൊമൈൻ നെയിം എന്താണ്? ഇതാണ് ഡൊമൈൻ നെയിം. ഓക്കെ, ഇതാണ് ഡൊമൈൻ നെയിം. IP അഡ്രസ്സിനെ നമുക്ക് വായിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്നു, നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് എഡ്യൂലൈറ്റ്സ്. ദെൻ അതിനുശേഷം ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ആക്ച്വലി അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഇന്നത്തെ ഡൊമൈൻ നെയിമിംഗ് ഏജൻസി ഇന്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി എന്ന് പറയുന്ന IANA ആണ്. ഇവരാണ് ഡൊമൈൻ നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ദെൻ ഈ IANA എന്ന് പറയുന്നത് ICANന്റെ കീഴിലാണ്. ഓക്കെ, ദീസ് ആർ ദി ഓർഗനൈസേഷൻസ് ഇൻ റിലേഷൻ ടു ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഓർഗനൈസേഷൻസ് ആണ് IANA, അതേപോലെ ICAN. ഓക്കെ, സോ ഇവരാണ് ഒഫീഷ്യൽസ് എന്നുള്ള രീതിയിൽ ഓർത്തേക്കുക. ഇവരാണ് നമുക്ക് ഡേറ്റ, അതായത് ഇത്തരത്തിലുള്ള ഡൊമൈൻ അഡ്രസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ഇവരാണ്. ദെൻ അതേപോലെ മെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മെയിൻ ഇത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മളുടെ വെബ്സൈറ്റിൽ ഏത് ഏരിയയിലാണ് പോവേണ്ടതെന്നാണ്. ഓക്കെ, മെയിൻ എന്ന് പറയുമ്പോൾ ഇത് ഹോം പേജ് ആയിരിക്കും. ഇനിയിപ്പോൾ മറ്റൊരു പേജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വേറൊരു ഡിഫറെൻറ്റ് കണ്ടന്റ് ആയിരിക്കും വരിക. അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് /something എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊരു പേജിലേക്ക് പോവുകയാണെന്നാണ്. സോ ഇത്തരത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇന്റർനെറ്റ് ആക്സസുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ തരുന്ന ഒരു അഡ്രസ് ആണ് ആക്ച്വലി ഇന്റർനെറ്റ് അഡ്രസ്. ഓക്കെ, സോ ഇന്റർനെറ്റ് അഡ്രസ് ഈസ് നീഡഡ് സോ ദാറ്റ് എ മെസ്സേജ് ക്യാൻ ബി കറക്റ്റ്ലി റൂട്ടഡ് ടു ആൻഡ് ഫ്രം എ മെഷീൻ ഓവർ ദി നെറ്റ്വർക്ക്. നമ്മളുടെ നെറ്റ്വർക്കിലേക്ക് മെസ്സേജസ് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന, എക്സാക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന അഡ്രസ് ആണ് ഇന്റർനെറ്റ് അഡ്രസ്. ഓക്കെ, ഇതിൽ ഓരോ പാർട്ടും ഓരോ സ്പെസിഫിക് ഐറ്റത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലൈക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും, സെർവർ നെയിം ഉണ്ടാവും, ഡൊമൈൻ ഉണ്ടാവും, ദെൻ ഡയറക്ടറി ഉണ്ടാവും, അതേപോലെ ഫയൽ ഉണ്ടാവും. ഫയൽ എന്ന് പറയുന്നത് ഓരോ വെബ് പേജും ഫയൽസ് ആയിരിക്കും. സോ ഒരു ഡയറക്ടറി, അതിനകത്ത് വരുന്ന ഫയൽ, അത്തരത്തിൽ ഡിഫറെന്റ് ആസ്പെക്ട്സുകളെ ഒരുമിപ്പിച്ച് കാണിക്കുന്നതാണ് ആക്ച്വലി ഇന്റർനെറ്റ് അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Is it clear? Internet address. Next, type of internet connections. So basically there are different types of internet connections. Like നമുക്ക് ഇവിടെ കാണാം ഡയലപ്പ്. ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ ടെലിഫോൺ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കണക്ഷൻ എടുക്കുന്നതിനാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻ ഡയലപ്പ് ദി ടെലിഫോൺ ലൈൻസ് are used to connect to the internet.
ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്ന ടെലിഫോൺ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ എടുക്കുന്ന വഴി നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഡയൽ-അപ്പ് കണക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ ടു ഗെറ്റ് കണക്റ്റഡ് ദി യൂസർ നീഡ് ടു സ്പെസിഫൈ എ യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് എ ടെലിഫോൺ നമ്പർ. നമ്മളുടെ യൂസർ നെയിം ആൻഡ് എ പാസ്വേഡ് അലോങ് വിത്ത് അവർ ടെലിഫോൺ നമ്പർ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ നമ്മുടെ ലാൻഡ് ലൈനിൽ നിന്ന് കണക്ട് ചെയ്തിരുന്നില്ലേ, അതാണ് ആക്ച്വലി ഡയൽ-അപ്പ് കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാൻഡ് ലൈനിന്റെ ടെലിഫോൺ നമ്പർ വേണം, പ്ലസ് ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം സ്പീഡ് കിട്ടുന്നത് 56 kbps വരെയാണ്. ഓക്കെ, അനലോഗ് സിഗ്നൽ ആണ്, ഡിജിറ്റൽ സിഗ്നൽ അല്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലായിരിക്കും കണക്ടിവിറ്റി കിട്ടുന്നത്. ദെൻ രണ്ടാമത്തെ ലെവലിലേക്കുള്ള കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ISDN നെറ്റ്വർക്ക് എന്ന് പറയും. ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ISD നെറ്റ്വർക്ക് എന്ന് പറയും. സോ ഇവിടെ വരുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദി ഡിജിറ്റലൈസേഷൻ ഓഫ് ടെലിഫോൺ നെറ്റ്വർക്ക് so that voice, graphics and text and other data can be provided to the user from single terminal over existing telephone wiring. നിലവിലുള്ള ടെലിഫോൺ വയറിങ്ങിൽ തന്നെ, അതായത് ഡയലപ്പ് എടുക്കുന്ന രീതിയിൽ തന്നെ ആ നെറ്റ്വർക്കിനെ, നമ്മൾ ഡയലപ്പിനകത്ത് യൂസ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസ് ആണെന്ന് പറഞ്ഞു. ഈ അനലോഗ്സിനെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നു, ബാക്കിയൊക്കെ സെയിം ആണ്. അനലോഗ്സിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റിയാലുള്ള ഗുണം, ഡിജിറ്റൽ ആണെങ്കിൽ വി ക്യാൻ ട്രാൻസ്ഫർ ഗ്രാഫിക്സ്, ടെക്സ്റ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ് മച്ച് ഫാസ്റ്റർ. നമ്മൾ അനലോഗിൽ പാസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് വേഗത്തിൽ ഇതിനകത്ത് വോയിസും ഗ്രാഫിക്സും ടെക്സ്റ്റും ഒക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമലി ISD നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലപ്പ് കണക്ഷനേക്കാൾ ഒരു 4 times ഫാസ്റ്റർ നെറ്റ്വർക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ബേസിക് ലെവലാണ് നമ്മൾ പറഞ്ഞ ഡയലപ്പ് കണക്ഷൻ ബൈ യൂസിങ് ടെലിഫോൺ ലൈൻസ്. ആ ടെലിഫോൺ ലൈൻസിൽ തന്നെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള കണക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയാണ് ISD നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റലൈസ്ഡ് കണക്ഷൻ വഴി നമുക്ക് ഗ്രാഫിക്സും വോയിസും ടെക്സ്റ്റും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ സ്പീഡ് ഡയലപ്പിനേക്കാൾ 3 to 4 times കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്, DSL നെറ്റ്വർക്ക്. DSL ഓപ്പറേറ്റ്സ് ഓവർ മാനുവൽ ടെലിഫോൺ ലൈൻസ് and it can be used simultaneously with the telephone. It can increase the connection speed by 10 times from standard dial-up connection. So next ലെവലിലേക്ക് വരുമ്പോൾ DSL ആണ് വരുന്നത്. DSL എന്ന് പറയുന്നത് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്. അതായത് ഇവിടെ ഡയലപ്പ് ലൈൻ എന്ന് പറഞ്ഞതുപോലെ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണെങ്കിൽ സംഭവിക്കുന്നത് സൈമൾട്ടേനിയസ്ലി നമ്മൾ ടെലിഫോൺ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ലൈൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യും. ഓക്കെ, ടെലിഫോൺ ഉപയോഗിക്കുന്ന ലൈനിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടി ഒരു അഡീഷണൽ നെറ്റ്വർക്ക് ലൈൻ കൂടി ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി ഇന്റർനെറ്റിന്റെ ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി വേഗത്തിൽ നടക്കും. ഓക്കെ, അതുകൊണ്ട് ഡയലപ്പ് കണക്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി വേഗത്തിൽ കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടി DSL ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ബട്ട് ഈ DSLന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ DSL ഏത് തരത്തിലുള്ള സിഗ്നൽസ് ആണ് ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഇതിന്റെ ഒരു എലാബറേഷനിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ അതിനുശേഷം വന്ന നെറ്റ്വർക്ക് ആണ് കേബിൾ നെറ്റ്വർക്ക്. ബൈ യൂസിങ് നമ്മളുടെ കേബിൾ കണക്ഷൻ, കേബിൾ ടെലിവിഷൻ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കേബിൾ മോഡത്തിന്റെ സഹായത്തോടു കൂടിയായിരിക്കും കണക്ടിവിറ്റി നമ്മൾ നടത്തുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, ഡയലപ്പ് കണക്ഷൻസിനേക്കാൾ about 10 to 100 times ഫാസ്റ്റർ ആയിരിക്കും കേബിൾ കണക്ടിവിറ്റി. ഓക്കെ, സോ 4 തരത്തിലുള്ള കണക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. ഡയലപ്പ് ഏറ്റവും സ്ലോവർ ആണ്. അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ISDയിൽ നിന്നും കുറച്ചും കൂടി ഒരു സബ്സ്ക്രൈബർ ലൈൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് DSL, കുറച്ചും കൂടി സ്പീഡ് ആയിരിക്കും. ദെൻ ടെലിഫോൺ ലൈൻസ് ഉപയോഗിക്കാതെ കേബിൾ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റി ആണെങ്കിൽ, അതായത് TV കേബിൾ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റി ആണെങ്കിൽ കുറെ കൂടി സ്പീഡ് കൂടും. ബിക്കോസ് TV കേബിൾ ലൈൻ എന്ന് പറയുന്നത് ഓൾറെഡി വിഷ്വൽ ഡാറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട്
ഇത്തരത്തിലുള്ള കേബിൾസ് വഴിയുള്ള ട്രാൻസ്മിഷൻ മച്ച് മോർ ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, then next type is leased line. Leased line facility is provided via a fiber optic or copper lines. ഒരു സെപ്പറേറ്റ് ലൈൻ ഇതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുക. ഇതുവരെ നമ്മൾ ഇതർ ടെലിഫോൺ ലൈൻസ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കേബിളിന്റെ ലൈൻ ഉപയോഗിക്കുന്നു. വേറസ് ഇന്റർനെറ്റിന് വേണ്ടി തന്നെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലീസ്ഡ് ലൈൻ ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഫൈബർ ഒപ്റ്റിക് കേബിൾസോ അല്ലെങ്കിൽ കോപ്പർ ലൈൻസോ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ, വോയിസ്, വീഡിയോ ഫയൽസ് ഇവയെല്ലാം നമുക്ക് ഒരു പാർട്ടിയിൽ നിന്നും ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഇന്റർനെറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കൺസിസ്റ്റന്റ് എമൗണ്ട് ഓഫ് ബാൻഡ് വിഡ്ത്ത്. ബിക്കോസ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു പർപ്പസിന് വേണ്ടി ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നില്ല, ഇന്റർനെറ്റിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്ക് ആയിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും. ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ, അതായത് ബാൻഡ് വിഡ്ത്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ബാൻഡ് വിഡ്ത്ത് കൂടുകയാണെങ്കിൽ, ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഈ വിഡ്ത്ത് കൂടുകയാണെങ്കിൽ കൂടുതൽ ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ബേസിക്കലി ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു മൂവ്മെന്റിനകത്ത് വിഡ്ത്ത് കൂട്ടുക എന്ന് പറഞ്ഞതിനകത്ത് അതിന്റെ അർത്ഥം ട്രാൻസ്മിഷന്റെ സ്പീഡ് കൂടും, സോ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ സ്പീഡും കൂടും. ഓക്കെ, സോ അതിനു വേണ്ടി ഫൈബർ ഒപ്റ്റിക്കും അതേപോലെ കോപ്പർ ലൈൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കണക്ടിവിറ്റി നമ്മൾ നടത്തുന്നത്. ഇതാണ് ലീസ്ഡ് ലൈൻ. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓവർ സാറ്റലൈറ്റ്. ഇന്റർനെറ്റ് ഓവർ സാറ്റലൈറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്റർനെറ്റ് സാറ്റലൈറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നോഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ഈ സാറ്റലൈറ്റ് വരെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, അതിനുശേഷം തിരിച്ചു വരണം. ഓക്കെ, സോ ഇതിനിടയിൽ എന്തെങ്കിലും നോയ്സ് വരുവാണെങ്കിൽ, നോയ്സ് മീൻസ് ഇന്ററപ്ഷൻ, ഏതെങ്കിലും രീതിയിലുള്ള ഇന്ററപ്ഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഡാറ്റ കണക്ടിവിറ്റി അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഫൈബർ ഒപ്റ്റിക് കേബിൾസിനേക്കാൾ സ്പീഡ് കുറവായിരിക്കും സാറ്റലൈറ്റ് വഴിയുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞത് കോപ്പർ ലൈൻസിനേക്കാളല്ല, ഫൈബർ ഒപ്റ്റിക് കേബിൾസിനേക്കാൾ സ്പീഡ് കുറവായിരിക്കും സാറ്റലൈറ്റ് വഴി കണക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ. ബിക്കോസ് അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് സിഗ്നൽ തിരിച്ചെത്തുമ്പോൾ അതിന് ഇടയിൽ ബ്രേക്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, ലൈക്ക് നോയ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റിയിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നെക്സ്റ്റ് ഈസ് വയർലെസ് ഇന്റർനെറ്റ് കണക്ഷൻ. വയർലെസ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ബ്രോഡ്ബാൻഡ് ആകാം, വയർലെസ് ബ്രോഡ്ബാൻഡ് എന്നുള്ള രീതിയിലും അവതരിപ്പിക്കാറുണ്ട്. സോ ഈസ് വൺ ഓഫ് ദി ന്യൂവസ്റ്റ് ഇന്റർനെറ്റ് കണക്ഷൻ ടൈപ്സ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ടെലിഫോൺ ഓർ കേബിൾ നെറ്റ്വർക്ക് in your internet connection, you can go for radio frequency bands. നമ്മളുടെ പഴയ റേഡിയോ നെറ്റ്വർക്ക് വർക്ക് ചെയ്തിരുന്ന അതേ രീതിയിൽ റേഡിയോ ഫ്രീക്വൻസി ബാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി ബാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അതിനെയാണ് വയർലെസ് ഇന്റർനെറ്റ് കണക്ഷൻ ഓർ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ വയർലെസ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആർ ഓൾവേസ് ഓൺ കണക്ഷൻ which can be accessed from anywhere along with the as long as there is network coverage. Okay, network coverage ഉണ്ടെങ്കിൽ, like we are using mobile phone, right? മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി കിട്ടുന്ന ഏതൊരു ഏരിയയിൽ നിന്നുകൊണ്ടും നമുക്ക് ഈ പറയുന്ന വയർലെസ് കണക്ടിവിറ്റി ഉപയോഗിക്കാം. ദെൻ ഇത് തന്നെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബ്രോഡ്ബാൻഡ് ടൈപ്പും ദെൻ സെല്ലുലാർ മോഡംസും. ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് കണക്ടിവിറ്റി ആണ്. ബിക്കോസ് യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്മിഷൻ ചെയിൻ ഓർക്കുക, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ബാൻഡ് വിഡ്ത്ത്, ഈ പറയുന്ന ബാൻഡിന്റെ ഈ ഒരു ഡിസ്റ്റൻസ്, ബാൻഡ് വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ബ്രോഡ്ബാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രോഡ് ബാൻഡ് മീൻസ് ഈ പറയുന്ന ലൈനിനകത്തുകൂടി, ഇപ്പോൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ള ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ ഈ ലൈനിനകത്തുകൂടി അറ്റ് ദി സെയിം ടൈം നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡേറ്റ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരുമിച്ച് ഒരുപാട് ഡേറ്റ ഈ ലൈനിലൂടെ നമുക്ക് പാസ് ചെയ്ത് വിടാൻ സാധിക്കും. അതുകൊണ്ട് സ്പീഡ് കൂടുതലായിരിക്കും. അനലോഗിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഡ്ത്ത് വളരെ കുറവാണ്. ഓക്കെ, സോ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അത്രയും കുറവായിരിക്കും.
വേറസ് ബ്രോഡ്ബാൻഡിങ്ങിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഓർക്കേണ്ടത് ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ആണ്, ബിക്കോസ് ഇറ്റ് യൂഷ്വലി ഹാസ് എ ഹൈ റേറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ. ആസ് ഐ സെഡ്, അതിൻ്റെ വിഡ്ത്താണ് പ്രധാന റീസൺ. ബ്രോഡ് ബാൻഡിൻ്റെ ബ്രാൻഡ് തമ്മിലുള്ള ലെങ്ത് കാരണം തന്നെ നമുക്ക് ഹൈ ഡേറ്റ ട്രാൻസ്മിഷൻ അഷ്യൂർ ചെയ്യാൻ സാധിക്കും. ഇൻ ജനറൽ, എനി കണക്ഷൻ ടു ദി കസ്റ്റമർ ഓഫ് 256 kilobytes per second or greater is known as broadband connectivity. സോ അതിൻ്റെ സ്പീഡാണ് പറഞ്ഞത്. 256 കിലോബൈറ്റിൽ കൂടുതലുള്ള സ്പീഡിൽ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നോർമലി അതൊരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സെല്ലുലാർ മോഡംസ് ക്രിയേറ്റ് ചെയ്യുന്നു. സെല്ലുലാർ മോഡംസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ലൈൻസ് വഴി, ലൈക്ക് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ് ഉണ്ട്. ഏറ്റവും പഴയ സെല്ലുലാർ മോഡത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ലെവലിലാണ് GPRS ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത്. GPRS അതിനെയാണ് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തേക്കുക, ഫുൾ ഫോം ചോദിക്കും. ഫുൾ ഫോംസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. GPRS, ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. അതേപോലെ UMTS എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വൈമാക്സ് ആണ്. വൈമാക്സ് എന്ന് പറയുന്നത് വയേർഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി വൈമാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സെല്ലുലാർ മോഡത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലുലാർ മോഡത്തിന്റെ ആക്സസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റിയാണ് വരുന്നത്. ഈ കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ പഴയ GPRS ലൈൻ വരുന്നുണ്ട്, അതിനുശേഷം UMTS ലൈൻസ് വന്നു, അതിനുശേഷം പിന്നീട് വൈമാക്സ് നെറ്റ്വർക്കും അതേപോലുള്ള പുതിയ മെത്തേഡ്സും ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റി വഴി സ്പീഡ് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബ്രോഡ്ബാൻഡ് ആൻഡ് സെല്ലുലാർ ടൈപ്സ് ഓഫ് കണക്ടിവിറ്റിയെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞേക്കുക, അത്രയും മാത്രം. ദെൻ മൂവിങ് ഓൺ, ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് നെറ്റ്വർക്ക്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. 1G തൊട്ട് 4G നെറ്റ്വർക്ക് വരെ ഇന്ന് ആക്സസിബിൾ ആണ്, ഇന്ന് അവൈലബിൾ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഐ വിൽ ഷെയർ ദി മെറ്റീരിയൽ വിത്ത് യു. സോ ബേസിക്കലി സിം കാർഡിൻ്റെ ആക്സസിബിലിറ്റിയാണ് പ്രധാനമായിട്ടും മാറിയത്. സിമ്മിൻ്റെ ചിപ്പുകളിലുള്ള വ്യത്യാസം കാരണം തന്നെ നമുക്ക് പുതിയ ടെക്നോളജി വരുന്നതോടുകൂടി സ്പീഡിൽ കൂടുതൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നിൽക്കുന്നത് 4th ജനറേഷൻ ഓഫ് മൊബൈൽ ഫോണിലാണ്, മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ്. ഇത് വച്ചിട്ട് നമുക്ക് മൊബൈൽ വെബ് ആക്സസ് കുറച്ചും കൂടി സ്പീഡാക്കാൻ സാധിച്ചിട്ടുണ്ട്. IP ടെലിഫോണി തൊട്ട് ഗെയിമിംഗ് സർവീസസ് തൊട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറെ കൂടി ഈസിയർ ആയിട്ട് 4G നെറ്റ്വർക്കിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി കുറെ കൂടി ഫാസ്റ്റർ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക. ആൻഡ് ലാസ്റ്റ് ഏരിയ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട അവസാന ഏരിയ ഇമെയിൽ ആണ്. ഇമെയിൽ വരുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത് തന്നെ ഇമെയിൽ നെറ്റ്വർക്കിനകത്ത് ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് മെയിലിനകത്ത് മെയിൽ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടുകൾ എപ്പോഴും വരാം. ഒന്നാമത്തെ പാർട്ട് നോട്ട് ചെയ്യുന്നത് നമ്മളുടെ ഡൊമൈൻ നെയിം അല്ലെങ്കിൽ നമ്മളുടെ ഓൺ അഡ്രസ് പ്ലസ് ഡൊമൈൻ നെയിം. ഓൺ അഡ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ deepakmohan@gmail.com ആണെങ്കിൽ ഓൺ അഡ്രസ് എന്ന് പറയുന്നത് ദീപക് മോഹൻ ഒരു ഓൺ ഐഡന്റിറ്റിയും, വേറെ gmail.com എന്ന് പറയുന്നത് ഡൊമൈൻ അഡ്രസ്സുമാണ്. സോ ഇങ്ങനെ രണ്ട് പാർട്ടുകൾ ചേർന്നതാണ് ഇമെയിൽ. ദെൻ ഇമെയിൽ ഇൻവെന്റ് ചെയ്തത് റേ ടോമിൽസൺ ആണ്. ദെൻ ഇമെയിലിന്റെ നോർമലി വരുന്ന ഫോമാറ്റിനകത്ത് നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും. ഓക്കെ, സോ CC മീൻസ് കാർബൺ കോപ്പി. നമ്മൾ അയക്കുന്ന മെസ്സേജ് മറ്റൊരാൾ കൂടി അഡീഷണൽ ആയിട്ട് അയക്കണമെങ്കിൽ കാർബൺ കോപ്പി ചെയ്യാം. ദെൻ ഇത്തരത്തിൽ കാർബൺ കോപ്പി ചെയ്യുമ്പോൾ മെയിൻ റിസീപ്പന്റിനും CC ചെയ്തയാൾക്കും ആർക്കൊക്കെയാണ് അയച്ചത് എന്നും അവരുടെ അഡ്രസ്സും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. CC ചെയ്തിരിക്കുന്ന ആൾക്ക് അഡ്രസ്സ് കാണാൻ സാധിക്കും. വേറാസ്
BCC ആണ് ചെയ്തതെങ്കിൽ വേർഡിൽ തന്നെയുണ്ട് ബ്ലൈൻഡ് കാർബൺ കോപ്പി. BCC നമ്മൾ ഇതിനകത്ത് മെയിൽ അയച്ചിട്ടുള്ളവരല്ലേ, മെയിൽ അയക്കുമ്പോൾ കാണാമല്ലോ CC ആൻഡ് BCC. BCC ആണെങ്കിൽ ഇറ്റ് മീൻസ് മെയിൻ റെസിപ്പിയൻറ്റിന് cannot see these other recipients. നമ്മൾ ആർക്കൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന് BCC ചെയ്തിരിക്കുന്ന ആൾക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ, CC ആണ് ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ ആദ്യം അയച്ച ആൾക്ക് ആർക്കൊക്കെയാണ് അത് CC ചെയ്തിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കും. വെറാസ് BCC ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം അയച്ചിരിക്കുന്ന ആൾക്ക് മറ്റാളുകളുടെ ഒരു ഡീറ്റെയിൽസും അറിയാൻ സാധിക്കില്ല, ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത്രയുമാണ് CCയും BCCയും തമ്മിലുള്ള ഡിഫറൻസ്. Any doubts? Okay. So അതേപോലെ ചില ഷോർട്ട് ഫോംസ്. IMAP. IMAP means Internet Message Access Protocol. Internet Message Access Protocol, IMAP. SMPT means a Simple Mail Transfer Protocol. Then POP3 means Post Office Protocol 3. Email, electronic mail, that we know. Email companies in example ആണ് Gmail, Outlook, Hotmail, അതേപോലെ Yahoo Mail, Rediff Mail പോലുള്ളതെല്ലാം ഇമെയിൽ കമ്പനീസിന് എക്സാമ്പിൾ ആണ്. ദെൻ SBAR-MIME മീൻസ് സെക്യൂർ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻ, ഇത്തരത്തിലുള്ള അക്രോണിമും അതിൻ്റെ ഡീറ്റെയിലും കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, ഇതിൽ IMAP-നൊക്കെ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കണം, POP3-ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. IMAP മീൻസ് ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. Then POP3 means Post Office Protocol 3. Then ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഒക്കെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, ടെൽനെറ്റിനെ പറ്റിയും പറഞ്ഞതാണ്. Other terms like video conferencing means it enables direct face-to-face communication across networks using audio, video and data. അതായത് നമ്മളൊരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ കോൺഫറൻസിങ് എക്സാമ്പിളാണ്. ഡേറ്റയുടെ സഹായത്തോടു കൂടി, ഡേറ്റ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി വെബ് ക്യാമറാസും മൈക്രോഫോൺസും അതേപോലെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചർച്ചകൾ നടത്തുക. ഓക്കെ, ഡിസ്കഷൻസ് നടത്താനുള്ള ഒരു ഫോറം ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി വീഡിയോ കോൺഫറൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ വീഡിയോ കോൺഫറൻസിങ് വെബ് ക്യാമറ, മൈക്രോഫോൺ ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആർ നെസസറി. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനകത്തും ഒരു വെബ് ക്യാമറ നമുക്ക് കാണാം. ദെൻ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ, ഓഡിയോ ടൂൾ ഉണ്ട്, ദെൻ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ് നടത്തുന്നത്. ദെൻ ഇ-കൊമേഴ്സ് മീൻസ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺലൈൻ. ഓൺലൈനിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് ഇ-കൊമേഴ്സ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എയ്ഡ്സ് ആസ് വെൽ. ജസ്റ്റ് ബൈങ് ആൻഡ് സെല്ലിംഗ് മാത്രമല്ല, അതിന് സപ്പോർട്ട് ചെയ്യുന്ന അലൈഡ് ആക്ടിവിറ്റീസും ഇ-കൊമേഴ്സിൻ്റെ പാർട്ടായിട്ട് വരും. ലൈക്ക് ഇൻഷുറൻസ് പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇ-കൊമേഴ്സിൻ്റെ പാർട്ടായിട്ട് വരും. ദെൻ മൊബൈൽ കൊമേഴ്സ് മീൻസ് യൂസിങ് മൊബൈൽ ഫോൺ. ദാറ്റ്സ് ദി ഓൺലി ഡിഫറൻസ്. നമ്മൾ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാനും അതിനൊക്കെ ആയിട്ട് ഇ-കൊമേഴ്സിൻ്റെ മൊബൈൽ വെർഷനാണ് ആക്ച്വലി M-കൊമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മെയിലിംഗ് ലിസ്റ്റ് ഓർ ലിസ്റ്റ് സർവർ. ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡിസ്കഷൻസ് via email organized around main topics within a large community. So ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇൻ്റർനെറ്റ് വഴി ഇമെയിലിൻ്റെ സഹായത്തോടു കൂടി എല്ലാവർക്കും കൂടി അയക്കുന്ന മെത്തേഡ്, അതിനെയാണ് മെയിലിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുവാണെങ്കിൽ അവരത് ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഓഫ് പേഴ്സൺസിനെ കണ്ടക്ട് ചെയ്തിട്ട്, ലിസ്റ്റ് ഓഫ് പേഴ്സൺസിൻ്റെ ID എടുത്തിട്ട് അതിനെല്ലാം ഒരുമിച്ച് അയക്കുകയാണ്. അത്തരത്തിലുള്ളൊരു ഡീറ്റെയിൽ ലിസ്റ്റിനെയാണ് ആക്ച്വലി മെയിലിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെർച്ച് എഞ്ചിൻ വിസിറ്റ്. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വെബ് പേജ് ആണ്. വെബ് പേജിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ദെൻ വെബ് ഡിക്ഷണറി. വെബ് dictionaries provide direction to the website by listing relevant web pages in some easy to browse categories. നമുക്ക് ആവശ്യമുള്ള റെലവൻ്റ് ആയിട്ടുള്ള വെബ് പേജസിനെ ലിസ്റ്റ് ചെയ്തുകൊണ്ട്
അതായത് എത്രയും പെട്ടെന്ന് നമുക്ക് ഏത് സൈറ്റിലേക്കാണോ പോകേണ്ടത് അത് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ഡിക്ഷണറി, അതിനെയാണ് ആക്ച്വലി വെബ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ലൈക്ക് ക്ലാസിഫൈഡ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ക്ലാസിഫൈഡ് ആഡ്സ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ലിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ലിസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഏരിയയിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും. അതാണ് വെബ് ഡിക്ഷണറീസിന്റെ പർപ്പസ്. ദെൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കഷൻ ഫോറം. ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കഷൻ ഫോറംസ് ആർ great way to keep up with the subject. It broadens one's mind by displaying different viewpoints and perception of single idea and component concepts. So discussion forums എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഡിസ്കഷൻ ഫോറംസ് നമുക്ക് ഗൂഗിളിൽ കാണാം, ഐ മീൻ വെബ് പേജസ് കാണാൻ സാധിക്കും. ലൈക്ക് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ there are many ഡിസ്കഷൻ ഫോറമായിട്ട് ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് വെബ് പേജസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളെയും പറ്റി ചർച്ച ചെയ്യാം. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും ഒപ്പീനിയൻസും ഒക്കെ മറ്റുള്ളവരിൽ നിന്നും ഷെയർ ചെയ്യാം. സോ ദാറ്റ് പല ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ നോളജ് ബെറ്റർ ആക്കാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടിയാണ് ഡിസ്കഷൻ ഫോറംസ് വർക്ക് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ നെറ്റ്വർക്ക്. ദി സോഷ്യൽ നെറ്റ്വർക്ക് ഈസ് എ വിർച്വൽ സോഷ്യൽ ലൈഫ്. ലൈക്ക് ഇപ്പോൾ ഫേസ്ബുക്ക്, അതേപോലെ ഗൂഗിൾ, ട്വിറ്റർ പോലുള്ള സൈറ്റ്സുകളാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പെർവ്യൂവിൽ വരുന്നത്. സോ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിങ്ക്സ്. എനി ഡൗട്ട്സ്? ഇതൊക്കെ ബേസിക് ടെർമിനോളജീസ് ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൽ കൂടുതൽ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വേണ്ട. ഈ ഏരിയാസ് എല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ മീനിങ് എന്ന് ബേസിക് ലെവലിലുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഓഡിയോ വീഡിയോ കോൺഫറൻസിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് ഇതാണ്, PAL. PAL എന്ന് പറയുന്നത് ആക്ച്വലി ഫേസ് ഓൾട്ടർനേറ്റിംഗ് ലൈൻ. ഓക്കെ, വീഡിയോ കോൺഫറൻസിനും വീഡിയോ ഇമേജസ് നമുക്ക് കാണാനും വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൽ ഒന്നാണ് PAL. ഇറ്റ്സ് അനദർ വൺ ആസ് വെൽ. ഇറ്റ്സ് കോൾഡ് NTSC. NTSC എന്ന് പറയുന്നത് യൂറോപ്പിലും ഏഷ്യയിലൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് അല്ല. PAL ആണ് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഫോളോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോ കോൺഫറൻസിങ്, ഓഡിയോ വീഡിയോ കോൺഫറൻസിങ് സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്. വേറസ് NTSC എന്ന് പറയുന്നത് US-ലും കാനഡയിലും ഒക്കെ ഫോളോ ചെയ്ത മെത്തേഡാണ്. ഓക്കെ, സോ ആക്ച്വലി ഇതൊരു കളർ എൻകോഡിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ബേസിക്കലി അനലോഗ് ടെലിവിഷനിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കളർ എൻകോഡിംഗ് സിസ്റ്റമാണ് ഈ പറയുന്ന PAL. PAL പോലെ തന്നെയാണ് NTSC വർക്ക് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിരുന്ന ഏരിയയുടെ ഡിഫറൻസ് മാത്രമേ ഇതിനടിയിലുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമെയിലായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? Okay, let's do one thing. ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 1 hour സെഷൻ ആണ്. അത് ഒരുമിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഒരു അഡീഷണൽ സെഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ഡിസ്കസ് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ഇന്റർനെറ്റ് ടെർമിനോളജീസും അതേപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടിംഗ് ടെർമിനോളജീസും എൻഡഡ് ആയി. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇവിടം കൊണ്ട് തീരുന്നത്. അതായത് ICTയിൽ ഇനി ഒരു പോർഷൻ മാത്രമേ പെൻഡിങ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയാസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടിംഗ് ടെർമിനോളജീസ്, കമ്പ്യൂട്ടറിന്റെ ബേസിക് അവയർനെസ്, അത് കൂടാതെ ഇന്റർനെറ്റ് ടെർമിനോളജീസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പറയാനുള്ള ഏരിയ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് 15 മുതൽ 24 വരെ ഇനീഷ്യേറ്റീവ്സ് ഡിസ്കസ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. സോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സംതിങ് കോൾഡ് സ്വയം പ്രഭ, അതുപോലുള്ള ഡിഫറെൻറ്റ് സ്കീമുകളെ പറ്റിയും ദെൻ വിർച്വൽ ലാബ്സിനെ പറ്റിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് 1 hour എടുക്കുന്ന സെഷൻ ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ഒരു സെഷനകത്ത് ഈ ICTയുടെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. ബിക്കോസ് ICTയിൽ നമ്മൾ 4 മേജർ ടോപ്പിക് പറഞ്ഞതിനകത്ത് 4ാമത്തെ ടോപ്പിക് ഇറലവൻ്റ് ആണ്. 3 ടോപ്പിക്സ് ആണുള്ളത്. 2 ടോപ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ടോപ്പിക്കാണ്
ഹയർ എഡ്യൂക്കേഷനും ICTയും തമ്മിലുള്ള റിലേഷൻ. സോ അത് നമ്മളൊരു സെപ്പറേറ്റ് ലെക്ചർ ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഫോർ ദ ടൈം ബീയിങ് ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. ഓക്കെ ഓക്കെ, എനി ഡൗട്ട്സ്? ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട PPTs ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഇല്ലാത്തവരാരും ഇല്ലല്ലോ? എല്ലാവരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗ്രൂപ്പിൽ ഇല്ലാത്തവരും PPT കിട്ടാത്തവരും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നേരത്തെ തന്നെ പറയുക. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. എനിക്കൊരു മെസ്സേജ് അയക്കണം ഇല്ലാത്തവരെല്ലാവരും. ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.